നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തിലെ 6-ാമത്തെ മഹാവാക്യം, ഈശ്വരൻ്റെ വാസസ്ഥാനം, ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു മഹാവാക്യമാണ്. അതിപ്രകാരമാണ്: ന തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആ സ്ഥാനത്തെ സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. പുനരാവർത്തനമില്ലാത്ത ആ ലോകമാണ് എൻ്റെ ഉത്തമമായ വാസസ്ഥാനം. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നു എന്നും മറ്റെല്ലാത്തിലേക്കും പ്രകാശം നൽകുന്നു എന്നും നാം പഠിച്ചിട്ടുണ്ട്. ആ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ അഗ്നിയുടെ പ്രകാശം പോലും കടന്ന് ചെല്ലാത്ത അത്രയും ഉയർന്ന ആ സ്ഥാനത്താണ് ഈശ്വരൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ ഏറ്റവും മുകളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതെല്ലാം കണ്ടും കേട്ടും ഒരുവൻ മുകളിലിരിക്കുന്നുണ്ട് എന്ന്. അവൻ നിങ്ങളോട് ചോദിച്ചുകൊള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈശ്വരൻ ഏറ്റവും മുകളിൽ ഇരിക്കുന്നവനായതുകൊണ്ടാണ് ധർമ്മം ക്ഷയിച്ചു പോകുമ്പോൾ അർജുന, ഞാൻ ഈ സൃഷ്ടിയിൽ, ഈ ഭൂമിയിൽ അവതരിക്കുന്നു എന്ന് പറയുന്നത്. ഈശ്വരൻ ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്. ഈശ്വരൻ്റെ സർവശക്തികളും ഗുണങ്ങളുമാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ഏതുപോലെയാണോ സൂര്യൻ ആകാശത്തിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു, ആ സൂര്യന് നേരെയുള്ള ഗ്രഹങ്ങളുടെ ആ ഭാഗത്തേക്ക്, സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്തേക്ക് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ശക്തിയുടെയും കിരണങ്ങൾ എത്തിച്ചിരുന്നു. അപ്രകാരം ഈശ്വരൻ ഏറ്റവും മുകളിലാണ് നിലകൊള്ളുന്നത്. ഈശ്വരൻ്റെ ശക്തികളുടെയും ഗുണങ്ങളുടെയും പ്രകാശ തരംഗങ്ങളാണ് ത്രിലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത്.